ഹായ് ഫ്രണ്ട്സ്, ന്യൂസ് അട്ടയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ചപ്പി കുടിക്കാൻ പറ്റിയ മാങ്ങയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ തൊലിയെ കളഞ്ഞ് മാങ്ങ ക്ലീൻ ചെയ്തെടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സവാള എടുത്ത് കുനുകുനാന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ 2 പച്ചമുളക് നെടുവേ കീറി ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും പിന്നെ മസാലകളായിട്ടുള്ള കാര്യങ്ങൾ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ടേസ്റ്റ് മേക്കറായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി ചേർത്തതിന് ശേഷം അതൊന്ന് വേവിക്കാൻ വെക്കാം. അത് വെന്ത് വരുമ്പോഴത്തേനും എന്ത് ചെയ്യുക, നമുക്ക് അരപ്പിനായിട്ട് തേങ്ങാപ്പീരയും ചെറിയുള്ളിയും പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളിയും പിന്നെ ജീരകവും പിന്നെ ആവശ്യത്തിന് തൈരും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ച് ചേർക്കുക. ഇതേപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വന്നു അതിനുള്ളിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് ഉലുവയും കടുകും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയൊക്കെ എല്ലാം നല്ല മുരിച്ചെടുത്ത് ആ കൂട്ടും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആൻഡ് സൂപ്പർ കിടുക്കാച്ചി മാമ്പഴ പുളിശ്ശേരി റെഡി ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക.